നമസ്കാരം. നാടിനെ ഒന്നാകെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പിടിയിലായ പ്രതി ചെന്താമര തന്റെ ഭാര്യയെയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു എന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായി വിവരം. ജാമ്യത്തിലിറങ്ങി ഭാര്യ ഉൾപ്പെടെ 4 പേരെ കൊലപ്പെടുത്തി തിരികെ ജയിലിലേക്ക് പോകാനായിരുന്നു പദ്ധതിയെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞതായാണ് സൂചന. മട്ടായിയിൽ നിന്നിറങ്ങി രാത്രി തിരികെ വന്നത് 2 പേരെ കൂടി വകവരുത്താൻ ലക്ഷ്യമായിട്ടായിരുന്നു എന്ന് പോലീസിനോട് പറഞ്ഞു. ആലത്തൂർ ഇൻസ്പെക്ടർ DN ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിയുടെ മൊഴിയെടുത്തത്. 2 ദിവസത്തെ ഒളിവ് ജീവിതത്തിന്റെ അവശത ഉണ്ടായിരുന്നുവെങ്കിലും ഒരു കൂസലുമില്ലാതെയാണ് ഇയാൾ മറുപടികൾ പറഞ്ഞത്. നാട്ടുകാരി തന്നെയായ യുവതിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. ചെന്താമരയിൽ നിന്നുള്ള മോശം അനുഭവങ്ങളെ തുടർന്നാണ് ഭാര്യയും മകളും വേർപിരിഞ്ഞത്. സുധാകരന്റെ ഭാര്യ സജിത കാരണമാണിതെന്നാണ് ഇയാൾ ധരിച്ചു വെച്ചിരുന്നതും. സജിതയുടെ മരണത്തിന് സുധാകരൻ തന്നോട് പ്രതികാരം ചെയ്യുമെന്ന ഭയവും ഇയാൾക്കുണ്ടായിരുന്നു. അതാണ് സുധാകരനെ ലക്ഷ്യമിട്ടതെന്ന് ഇയാൾ പറയുന്നു. സ്റ്റേഷനിൽ എത്തിയ ഉടൻ തനിക്ക് വിശക്കുന്നുണ്ട് എന്നും ഭക്ഷണം വേണമെന്നുമായിരുന്നു ഇയാളുടെ ആവശ്യം. തുടർന്ന് ഭക്ഷണം എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നു. 2019 സജിതയെ കൊലപ്പെടുത്തിയ ശേഷം പോത്തുണ്ടിമലയിലേക്ക് കയറിയ ചെന്താമര 5 ദിവസം കഴിഞ്ഞാണ് മലയിറങ്ങുന്നത്. തുടർന്ന് വിശപ്പ് സഹിക്കാനാവാതെ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായതും. ഇത്തവണ ഒളിവ് താമസം 36 മണിക്കൂർ മാത്രമാണ് നീണ്ടത്. ചെന്താമര പിടിയിലായതോടെ ബോയൻ കോളനിയിലെ ഇയാളുടെ അയൽവാസികൾ തന്നെയാണ് കൂടുതൽ ആശ്വസിക്കുന്നതും. ചെന്താമര നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന ജാമ്യവ്യവസ്ഥയെ ലംഘിച്ച് കഴിഞ്ഞ 1 മാസമായി തിരുത്തമ്പാടം ബോയൻ കോളനിയിലെ വീട്ടിൽ താമസമുറപ്പിച്ചിരുന്നത് അയൽവാസികളെ ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ശേഷം ജാമ്യത്തിലിറങ്ങിയ ആളാണ് ചെന്താമര. തിങ്കളാഴ്ച രാവിലെ ഇരട്ട കൊലപാതകത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട ഇയാൾക്കായി തമിഴ്നാട്ടിലും ഇയാൾ നേരത്തെ ജോലി ചെയ്തിരുന്ന കോഴിക്കോട് കുരാച്ചുണ്ട് മേഖലയിലുമെല്ലാം പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. ആലത്തൂർ DYSP N മുരളീധരന്റെ നേതൃത്വത്തിൽ 4 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പോലീസിന്റെ അന്വേഷണം. ഇതിനിടെയാണ് ചൊവ്വാഴ്ച രാത്രിയോടെ വീടിന് സമീപത്ത് വെച്ച് തന്നെ പ്രതി പിടിയിലാകുന്നതും.